ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അമ്പലത്തിൽ വന്ന മീനാക്ഷിയെ രാജലക്ഷ്മി കാണുന്നു. അങ്ങനെ രാജലക്ഷ്മി ദാസപ്പനോട് പറയുന്നുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമായി, മീനാക്ഷി ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് കണ്ടാലൊന്നും പറയത്തില്ല, നാളെ തന്നെ ഞങ്ങൾ അവിടേക്ക് വരുന്നുണ്ടെന്ന് അവരെ അറിയിക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി വീട്ടിലെത്തുന്നു. പ്രസന്നയാണെങ്കിൽ മുളകെല്ലാം ഉണക്കാനിടുകയാണ്. അപ്പോൾ പ്രസന്ന ചോദിക്കുന്നുണ്ട്, നീ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയോ? അല്ല മോളെ, എങ്ങനെയുണ്ട്, അമ്പലമൊക്കെ വലിയ അമ്പലമാണോ എന്ന് ചോദിക്കുന്നു. കൊള്ളാം അമ്മ എന്ന് പറയുന്നു മീനാക്ഷി. അല്ലമ്മ, എൻ്റെ മോളെവിടെ? ഒന്നും പറയണ്ട, വളരെ വാശിയായിരുന്നു ഈ നേരം വരെ, ഒരു വിധത്തിൽ ഞാൻ സമാധാനപ്പെടുത്തി ആ തിണ്ണയിൽ ഇരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അന്ന് ഞാൻ എൻ്റെ മോളടുത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മീനാക്ഷി അവിടേക്ക് ചെല്ലുന്നു. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് ലാളിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മീനാക്ഷി കുഞ്ഞിനോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെ നിന്നോട് കാണുമ്പോൾ ദേഷ്യം മാത്രമേ ഉള്ളൂ, വഴിപാടെല്ലാം നിനക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് തുളസിച്ചേട്ടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം പ്രസന്ന തുളസിയോട് പറയുന്നുണ്ട്, അടുത്തയാഴ്ച കല്ലുമോളുടെ പിറന്നാളാണെന്നും അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കേണ്ടേ എന്നെല്ലാം ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന തുളസി, അതിനൊപ്പം എന്താ, നമുക്ക് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കാരെയും എല്ലാവരും വിളിച്ച് ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ നടത്താമെന്ന് പറയുമ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ കളിയാക്കല്ലേ, ചെറുതായിട്ടെങ്കിലും ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കേണ്ടേ എന്ന് പറയുന്നു. ആ സമയം മീനാക്ഷി അവിടേക്ക് വരുന്നുണ്ട്. അച്ഛനോട് പറയുന്നുണ്ട്, ബന്ധുക്കളെയോ നാട്ടുകാരെയോ വീട്ടുകാരെയോ ഒന്നും വിളിച്ച് ആരോടും പരാതികളും പരിഭവങ്ങളും ഒന്നും പറയാൻ നിൽക്കണ്ട. എനിക്ക് എൻ്റെ മോളോട് ചില കടമകളുണ്ട്, അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു കുഞ്ഞു കേക്കും ഒരു കുഞ്ഞുടുപ്പും എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കും എന്ന് പറയുമ്പോൾ തുളസി ചേട്ടൻ പറയുന്നു, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്ന് പറയുന്നു. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ആ കുഞ്ഞിനെ വല്ലാണ്ട് അങ്ങോട്ട് സ്നേഹിക്കാനൊന്നും നിൽക്കണ്ട, അതിൻ്റെ അവകാശികൾ വരുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്, പിന്നീട് ഒരുപാട് സ്നേഹിച്ചിട്ട് നിനക്ക് ദുഃഖിക്കേണ്ടി വരും, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നും പറയുന്നു. അച്ഛാ, അതെൻ്റെ മോളാണ്, എനിക്ക് അവളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് മീനാക്ഷി പറയുന്നു. പ്രസന്ന പറയുന്നു, നിങ്ങൾ എന്ത് വർത്തമാനമാണ് മനുഷ്യ പറയുന്നത്, അത് അവളുടെ കുഞ്ഞല്ലേ, അവൾക്കത് ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? ചിലപ്പോൾ അച്ഛന്മാർക്ക് പറ്റുമായിരിക്കും, ചില അച്ഛന്മാരുണ്ട് സ്വന്തം മക്കളുടെ പിറന്നാൾ ദിവസം പോലും ഓർത്തു വെക്കാൻ പറ്റാത്തവർ. ഇതെല്ലാം കേൾക്കുന്ന തുളസി പറയുന്നത്, എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് ദാസപ്പനാണ് രാജലക്ഷ്മിയുടെ വീട്ടിലെത്തുന്നു. എന്നിട്ട് രാജലക്ഷ്മിയോട് ചോദിക്കുന്നു, മീനാക്ഷിയെ കണ്ടിട്ട് എന്താ അഭിപ്രായം? നല്ല കുട്ടിയാണ്, എനിക്ക് വളരെ ഇഷ്ടമായി. ഇപ്പോൾ സറോഗസി കഥയെല്ലാം എനിക്ക് വിശ്വാസമായിട്ട് തോന്നുന്നുണ്ട്. ചില കുട്ടികളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നേരെ വാ നേരെ പോ എന്ന് മാർഗത്തിലൂടെ നടക്കുന്നവരാണെന്നും. എങ്കിൽ പിന്നെ നമ്മൾക്ക് ഇത് ഉറപ്പിക്കാമെന്ന് ദാസപ്പനോട് പറയുന്നു. അങ്ങനെ നാളെ തന്നെ വിഷ്ണുവായിട്ട് ഞങ്ങൾ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അവരെ അറിയിക്കണമെന്നും രാജലക്ഷ്മി പറയുന്നു. പിന്നെ മീനാക്ഷി ആണെങ്കിൽ മഞ്ജിമയെ വിളിക്കുന്നുണ്ട്. മഞ്ജിമയോട് പറയുന്നുണ്ട്, നന്നായിട്ട് ഇരുന്ന് പഠിക്കണം, നിൻ്റെ ഭാവി നീ സുരക്ഷിതമാക്കണം എന്നൊക്കെ പറയുമ്പോൾ മഞ്ജിമ പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, ചേച്ചിയുടെ ഭാവിയും സുരക്ഷിതമാക്കണ്ടേ എന്നെല്ലാം മഞ്ജിമ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു മോളുണ്ട്, അവൾക്ക് ഞാനുമുണ്ട്, അതാണ് എൻ്റെ നിലവിലുള്ള ഇപ്പോൾ ഒരു ഭാവി എന്ന് പറയുന്നു. പിന്നീട് മഞ്ജിമയോട് പറയുന്നുണ്ട്, അത് ഞാനൊരു വിശേഷം പറയാൻ വിളിച്ചാണ്, കല്ലുമോളുടെ പിറന്നാളാണ് അടുത്ത ആഴ്ച എന്നെല്ലാം പറയാം കേട്ടോ. അപ്പോൾ മഞ്ജിമ പറയുന്നുണ്ട്, അയ്യോ ചേച്ചി, ഞാനത് ഓർത്തില്ലല്ലോ, ഒരു ഗിഫ്റ്റ് പോലും അവൾക്ക് അയക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. എന്തായാലും ചേച്ചി ഒരു പണിയെ, കല്ലുമോളുടെ അടുത്ത് കൊണ്ട് ഈ ഫോണൊന്ന് വെക്കുക, അവൾക്കൊരു ഉമ്മയെങ്കിലും ഞാൻ കൊടുക്കട്ടെ എന്നെല്ലാം പറയാണ്. എടി കുഞ്ഞുറങ്ങി എന്ന് പറയുന്നു, ഇനി എന്തായാലും ഉണർത്തണ്ട എന്ന് പറയും. എന്തായാലും നിങ്ങളെല്ലാവരും അവളുടെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കുന്നെല്ലാം പറയുന്നു. നിന്നെ ഒന്ന് വിളിച്ച് പറയണമെന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് മീനാക്ഷി ഫോൺ വെക്കുന്നു. പിന്നീട് തുളസി ചേട്ടനാണെങ്കിൽ തലവേദന എടുത്ത് വിക്സ് എല്ലാം തേക്കുകയാണ്. പ്രസന്ന ചോദിക്കുന്നു, നല്ല തലവേദന ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഇന്ന് ചൊറ പിടിച്ച പണിയായിരുന്നു എന്നെല്ലാം പറയാട്ടോ തുളസി ചേട്ടൻ. ആ സമയം കല്ലുമോള് നന്നായിട്ട് കരയുന്നു. അത് കേൾക്കുന്ന തുളസിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതിൻ്റെ ഒച്ച കേട്ടുകൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്നെല്ലാം പറയാണ്. ഇതിനെന്താ ഉറക്കമൊന്നുമില്ലേ എന്ന് തുളസി ചോദിക്കുമ്പോൾ പ്രസന്ന പറയുന്നു, അവൾ വൈകിട്ട് ഉറങ്ങി എണീറ്റുകൊണ്ടാണ് ഇപ്പോൾ ഉറങ്ങാത്തതെന്നെല്ലാം പറയുന്നു. ദേഷ്യത്തോടുകൂടി തുളസി ചേട്ടൻ മീനാക്ഷിയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. ഇതിന് ഉറക്കമൊന്നുമില്ലേ, ഇതിൻ്റെ ഒച്ച കാരണം എനിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് ദേഷ്യത്തോടെ പറയുന്നു. അച്ഛാ, ഇതൊരു കുഞ്ഞല്ലേ, അതിന് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമൊന്നും അല്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. അതെ, നീ ഏത് നേരം ഇതിനെ കൊഞ്ചിക്കുന്നത് കൊണ്ടാണ് ഇതിനൊരു അനുസരണ ഇല്ലാണ്ട് വളരുന്നതെന്നെല്ലാം മീനാക്ഷിയോട് ദേഷ്യത്തോടെ പറയാട്ടോ തുളസി ചേട്ടൻ. അപ്പോൾ മീനാക്ഷി കുഞ്ഞിനോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നീ കരയില്ലേന്ന്, നിന്റെ കരച്ചിൽ കേട്ട് അച്ഛന് ദേഷ്യം വരുമെന്ന്, അതല്ല നീ ഒന്ന് ഒച്ചെടുക്കാണ്ടൊന്ന് ഉറങ്ങും മോളേന്നെല്ലാം മീനാക്ഷി പറയാണ്. ആ സമയം അവിടേക്ക് പ്രസന്ന വരുന്നുണ്ട്. നിങ്ങൾ എന്താ മനുഷ്യ രാത്രി ആ കുഞ്ഞിനോട് ഇത്ര ബഹളം വെക്കുന്നത്, അതൊരു കുഞ്ഞല്ലേ അത് എന്നെല്ലാം പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ദേ അമ്മേ, അച്ഛൻ്റെ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, ഞാനും എൻ്റെ കുഞ്ഞുമാണല്ലോ ഇപ്പോഴത്തെ ശല്യം എന്നെല്ലാം പറയുമ്പോൾ, നീ ഒന്നും മിണ്ടായിരുന്നു മീനാക്ഷി, അതിൽ കടന്നൊന്നും സംസാരിക്കല്ലേ എന്ന് മീനാക്ഷിയോട് പറയുന്നുണ്ട് പ്രസന്ന. പിന്നീടാണെങ്കിൽ വിഷ്ണു പെണ്ണ് കാണാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ആ സമയം രാജലക്ഷ്മി പറഞ്ഞു, ഒരുങ്ങിയൊന്നും കഴിഞ്ഞില്ലേടാ, മതിയുടെ ഒരുങ്ങിയതെന്നെല്ലാം പറയുന്നു. സ്വത്തും പണവുമൊന്നും നമുക്ക് ആവശ്യപ്പെടേണ്ട, നമുക്ക് അത്യാവശ്യം സ്വത്തൊക്കെ ഉള്ളതല്ലേ എന്നെല്ലാം
പറയുന്നുണ്ട് എന്തായാലും ഇതെല്ലാം നീ പോകുമ്പോൾ ദാസപ്പനോടായിട്ട് പറയണമെന്നും പറയുന്നുണ്ട് കേട്ടോ വിഷ്ണുവിനോടമ്മ. പിന്നെ മീനുവിനോട് പ്രസന്ന പറയുന്നുണ്ട് നീ ഡ്രസ്സൊന്നും ചെയ്യുന്നില്ല, അവർ വരാറായി എന്നെല്ലാം പറയുമ്പോൾ ഞാൻ എന്തോരുങ്ങാനാണ് അമ്മേ, ഞാനൊരു കല്യാണം കഴിക്കാത്ത ഒരു കുഞ്ഞിൻ്റെ അമ്മയായതല്ലേ എന്നല്ല, ആ കുഞ്ഞും എൻ്റെ കൂടെ ഉണ്ടല്ലോ അമ്മയെന്നെല്ലാം പറഞ്ഞ് നീ അധിക പ്രസംഗം പറയാണ്ട് നല്ലൊരു ചുരിദാറെല്ലാം എടുത്ത് വൃത്തിയിൽ വായോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിടുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങുകയാണ് മീനാക്ഷി. ആ സമയം അവിടേക്ക് വിഷ്ണു ദാസപ്പനോടൊപ്പം വരുന്നുണ്ട്. അങ്ങനെ തുളസി ചേട്ടൻ അവരെ വിളിച്ച് അകത്തെല്ലാം ഇരുത്തുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി ചായയുമായിട്ടെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.